അലക്സാണ്ടറുള്ള ഞങ്ങളുടെ ഈ ആഴ്ചത്തെ ചോദ്യം, മാർക്കറ്റ് 60,000 ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയ സെക്ടർ ഏതാണ്? മാർക്കറ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻസെക്സ് വീണ്ടും 60,000 ക്രോസ് ചെയ്തു. ഈ വർഷം ഈ ഒരു നമ്പറിൽ എത്തുന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ എങ്കിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്തിരിക്കുന്നു. ഒരു 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 സ്ട്രോങ് റാലി അറൗണ്ട് ഒരു 40,000 ലെവലിൽ നിന്ന് ഒരു 60,000-ത്തിലേക്ക് ഒരു ഹ്യൂജ് റാലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഇറ്റ് വാസ് എ വെരി അൺഎക്സ്പെക്റ്റഡ് മൂവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് തന്നെയാണ്. ആ ചോദ്യം തന്നെയാണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറയാം. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുന്ന സാഹചര്യം വളരെ വിരളമായിട്ടാണ് സംഭവിക്കാറുള്ളത്. അപ്പം ഈ സാഹചര്യത്തിൽ അക്രോസ് ദ ബോർഡ് എല്ലാ സെക്ടറിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഒരു സെക്ടർ പ്രത്യേകമായി നോക്കുക. കാരണം ഈ ഒരു അടുത്ത 1-2 കൊല്ലം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സാഹചര്യം ഉണ്ടായാലും പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് എന്താണ്? എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോമൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രോത്താണ് മാർക്കറ്റ് എപ്പോഴും കൊടുക്കുന്നത്. ഈ ഒരു സെക്ടറിന് ഗ്രോ ചെയ്യാൻ സാഹചര്യമുണ്ടെങ്കിൽ ആ സെക്ടറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും ആ സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സാഹചര്യമാണ് കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, പാൻഡമിക്കിൻ്റെ സമയത്ത് തന്നെ നമുക്കറിയാം മാർക്കറ്റ് അന്ന് റീബൗണ്ട് ചെയ്തിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയ സ്റ്റോക്കുകൾ ഫാർമ സ്റ്റോക്കുകളായിരുന്നു. IT ആൻഡ് ഫാർമ സ്റ്റോക്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയിരുന്നത്, അല്ലെങ്കിൽ റാലി ചെയ്യിച്ചുകൊണ്ടിരുന്ന സ്റ്റോക്കുകളുടെ സെക്ടർ അത് തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓട്ടോ സ്റ്റോക്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം കഴിഞ്ഞ 1-2 കൊല്ലമായിട്ട് റീബൗണ്ട് റാലി വന്നു. അതായത് മേ ബി പാൻഡമിക് കഴിഞ്ഞിട്ട് ഒരു വർഷമായി. 2021 ഏപ്രിൽ തൊട്ട് ഇന്നിപ്പോൾ നോക്കിയാൽ ഏകദേശം 1.5 വർഷം കഴിഞ്ഞെങ്കിലും ആ മാർക്കറ്റ് റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓട്ടോന് സാധിച്ചില്ല. അതിൻ്റെ കാരണം തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സെമി കണ്ടക്ടർ ഇഷ്യൂ ഉണ്ടായിരുന്നു, ചിപ്പ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, വെഹിക്കിൾ ഡെലിവറീസ് നടക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇപ്പം സ്ലോലി ആ സാഹചര്യം മാറി വരുന്നു. ചിപ്പ് ഷോർട്ടേജിൻ്റെ ആ പ്രോബ്ലംസ് കുറച്ച് മാറി വരുന്നു. പുതിയ വെഹിക്കിൾ റിലീസസ് വരുന്നു. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ ഓട്ടോ കമ്പനീസിൻ്റെ റിസൾട്ട്സ് നോക്കിയാലും അവരുടെ സെയിൽസ് ഫിഗേഴ്സ് നോക്കിയാലും ദേ ഹവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ലുക്കിംഗ് വെരി പോസിറ്റീവ്. മാരുതി ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് FY23 ഓർ FY24 വരെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സെയിൽസ് നന്നായിട്ട് ജമ്പ് ചെയ്യുന്നുള്ളൊരു കമൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാർക്കറ്റ് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും I think auto stocks has a very good potential to outperform the market.